എവരിവൺ, വെൽക്കം ബാക്ക് ടു സെറ്റ് ഓഫ് ടു. വ്യാളികളുടെ കുടുംബത്തിൽ വളരെയധികം പ്രശ്നങ്ങളാണ്. 5ാമത്തെ എപ്പിസോഡിന്റെ പേര് റീജന്റ് എന്നാണ്. അതിന്റെ ആ പേരിന്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് ഒരു എപ്പിസോഡ് കുറച്ചും കൂടി മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആദ്യം തന്നെ കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഏറ്റവും ആന്റിസിപ്പേറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഡ്രാഗൺസ് ഡാൻസ് ചെയ്യുന്നത്. ഈ ഒരു ഡ്രാഗൺസിന്റെ ഡാൻസ് നടന്നു കഴിഞ്ഞപ്പോഴാണ് അത് എന്തുമാത്രം ട്രബിൾ ഉള്ളൊരു കാര്യമാണെന്ന് എല്ലാവർക്കും ഒന്ന് സെറ്റ് ആവുന്നത് മൈൻഡിൽ. അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ മാത്ത് നമ്മൾ ഈ എപ്പിസോഡിൽ കാണുകയാണ്. ഈ എപ്പിസോഡിൽ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് കോർലിസിനെയും റെനേറേനെയാണ്. രണ്ടുപേരും വളരെ സാഡാണ്. പക്ഷെ രണ്ടുപേരും ഒരു സ്ഥലത്തല്ല. റെനേറയ്ക്ക് സ്വാഭാവികമായിട്ടും ഇനി സംശയങ്ങൾ ഉണ്ടാവും. കാരണം കോർലിസിന്റെ ഫാമിലിയിൽ ഇനി ആരും ബാക്കിയില്ല, പല പല കാരണങ്ങൾ കൊണ്ട്. അതുകൊണ്ട് തന്നെ റെനേറയ്ക്ക് ഇനി കോർലിസിന്റെ എത്രത്തോളം സപ്പോർട്ട് ഉണ്ടാവും എന്നൊക്കെ ഡൗട്ട്ഫുള്ളും ആയിരിക്കാം. രണ്ടുപേരും വളരെ സാഡാണ്. എന്നാലും പിന്നീട് നമ്മൾ കാണുന്നത് കിങ്സ് ലാൻഡിംഗ് ആണ്. കിങ്സ് ലാൻഡിങ്ങിൽ സ്മോൾ ഫോക്ക് നമുക്ക് കാണാം. ചെറിയ സൂപ്പിനും ചെറിയ ചീഞ്ഞ പഴങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ആൾക്കാർ അടികൂടാണ്. കാരണം കോർലിസിന്റെ വക ഒരു ഗള്ളറ്റ് ബ്ലോക്കേഡ്, അതായത് ഫുഡും സാധനങ്ങളും അവശ്യ വസ്തുക്കളും കിങ്സ് ലാൻഡിങ്ങിലേക്ക് കടത്തിവിടാതെ, സ്പെഷ്യലി ഫുഡാണ് ബ്ലോക്കേഡ് ചെയ്തിരിക്കുന്നത്. അത് കിങ്സ് ലാൻഡിങ്ങിലേക്ക് കടത്തിവിടാതെ ഒരു വലിയൊരു ബ്ലോക്കേഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഫുഡിന് ഭയങ്കര ക്ഷാമമുണ്ട്. കൊറോണ സമയത്തൊക്കെ ആൾക്കാർ എല്ലാം ഇങ്ങനെ ഹോഡ് ചെയ്ത് വെച്ചിരുന്ന പോലെ കാശുള്ളവർ നല്ലപോലെ ഫുഡ് മേടിച്ച് വെക്കുന്നു എന്ന് ഹ്യൂ ഹാമറിന്റെ വൈഫ് ഒരു ഇൻസിഡന്റിൽ പറഞ്ഞത് നമുക്ക് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആൾക്കാർ ഫുഡിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ സർ ക്രിസ്റ്റൻ എൻട്രി ആണ്. ഗ്വെയിൻ ഹൈറ്റവറും ഉണ്ട് കൂടെ. മേലിസിന്റെ തല മാത്രം അവർ വെട്ടിയെടുത്തിട്ട് അത് പെരേഡ് ചെയ്യുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ഒരാവശ്യമില്ലായിരുന്നു. സർ ക്രിസ്റ്റൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ രാജാവ് വിജയശ്രീയിലെ ആൾ ഇതിനായി തിരിച്ചു വന്നു എന്നൊക്കെയാണ് ഡയലോഗ് അടി. സംഭവം വേഗാറാണി ഡ്രാഗണിനെ കൊന്നതെന്നുണ്ടെങ്കിലും അപ്പൊ ആൾക്കാരുടെ അടുത്തുനിന്നൊന്നും ക്രിസ്റ്റൻ വിചാരിക്കുന്ന ഒരു റിയാക്ഷൻ അല്ല, അല്ലെങ്കിൽ എയ്മണ്ടും ക്രിസ്റ്റനും ആയിരിക്കും പ്രോബബ്ലി ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. അവർ വിചാരിക്കുന്ന ഒരു റിയാക്ഷൻ അല്ല കിട്ടുന്നത്. പീപ്പിൾ ആർ വെരി സ്കേർഡ്. എന്താന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ ഈ ഒരു കഥ ജോർജ് ആർ മാർട്ടിൻ എഴുതി വെച്ചിരിക്കുന്ന രീതിയിൽ ഡ്രാഗൺസിനെ ഗോഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദൈവങ്ങളെ നമ്മൾ എങ്ങനെയാ കൊല്ലുക? ദൈവങ്ങള് ഇപ്പൊ ബലേറിയൻ ദ ബ്ലാക്ക് റെഡ് ഒക്കെ നാച്ചുറൽ കോസസ് കൊണ്ടാണ് മരിച്ചു പോകുന്നത്. അല്ലാണ്ട് മെറാക്സിസ് എന്നുള്ള ഡ്രാഗണിനെയാണ് ആകെ ഒരു വട്ടം കൊന്നത്. അതും അത്ര നല്ലൊരു ഭയങ്കര കാര്യമായിട്ടല്ല. അപ്പൊ ഈ ഡ്രാഗൺസിന്റെ പവറിനെ അണ്ടർമൈൻ ചെയ്യുമ്പോൾ ആക്ച്വലി ഇവരുടെ സൈഡിലും ഡ്രാഗൺസ് ഉണ്ടല്ലോ, ഇവരുടെ പവറിനെയും കൂടിയാണ് ഇവർ അണ്ടർമൈൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി സർ ക്രിസ്റ്റൻ ഇല്ല. ഇതുകൊണ്ടാണ് പലപ്പോഴും പലരും ചോദിച്ചിരുന്നു, ഇപ്പോൾ ഡെയ്മോണോ എയ്മണ്ടോ പോലുള്ളവരല്ലേ കിങ് ആവേണ്ടത് എന്നുള്ളത്. ഒരു കിങ്ങിന് വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ഗുഡ് പൊളിറ്റിക്സ് ആണ്. ഒരു കിങ്ങിന്റെ ഹാൻഡിന് വേണ്ട ക്വാളിറ്റി, അതായത് മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ആളാണ് ഹാൻഡ്. മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ആള് സ്ട്രാറ്റജിക്കലി നല്ലൊരു പൊളിറ്റിക്കൽ പവർ ആയിരിക്കണം. എന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പം ക്രിസ്റ്റനെ ഹാൻഡ് ആക്കിയതുകൊണ്ട് ഇവരൊക്കെ ഗുഡ് സോൾജേഴ്സ് ആണ്. പക്ഷെ ഇവരുടെ സ്ട്രാറ്റജി ജനങ്ങളുടെ സൈക്കി മനസ്സിലാക്കാനുള്ള സ്ട്രാറ്റജി ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നില്ല. ഇപ്പൊ ഇവർ വിചാരിച്ചത് ഇവർ ഭയങ്കര പോരാടിയൊക്കെ വന്നു, ഭയങ്കര കിടിലായി. പക്ഷെ അങ്ങനെയല്ല സംഭവം. ഇതിപ്പോ എന്താ പറയാ, ഹോംലാൻഡറിനെ പിടിച്ചിട്ട് വോട്ടിന്റെ ഹെഡാക്കി ഇനി നടക്കാൻ പോണ യുദ്ധങ്ങളാണ് നമ്മൾ. അതുപോലത്തെ റൈറ്റാണ്. പക്ഷെ ആളെ പിടിച്ചിട്ട് മന്ത്രിയാക്കി കഴിഞ്ഞാൽ ശരിയാവൂല എന്നുള്ള ഈ സർ ക്രിസ്റ്റന്റെ ഈ ഒരു ഡിസിഷനിലൊക്കെ വളരെ ക്ലിയർ ആണ്. പിന്നെ ടാർഗേറിയൻസ് ഈ സ്ഥലത്ത് വന്ന് എല്ലാരും കീഴടക്കി എല്ലാരും അടിച്ചു ഭരിച്ച് ഇത്രയും കാലം ഭരിക്കുന്നതിന്റെ കാരണം കൂടി ഡ്രാഗൺസ് ആണ്. അവരുടെ കയ്യിൽ ഡ്രാഗൺസ് ഇല്ലെങ്കിൽ അവർ ജസ്റ്റ് റെഗുലർ പീപ്പിൾ ആണ്. ഡ്രാഗൺ എന്നുള്ള ഒരു വലിയൊരു സാധനത്തിന് ബ്ലഡ് മാജിക് കൊണ്ട് അവരുടെ ബ്ലഡുമായിട്ട് ബോണ്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഡ്രാഗൺസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഏഗോന്റെ കോൺക്വസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, എന്താ പറയാ, ഡ്രാഗൺ ഇല്ലെങ്കിൽ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് അവരെല്ലാരെയും അങ്ങ് ഇവിടുത്തെ വെസ്ട്രോസിന്റെ രാജാവാൻ പറ്റുന്നു? ഇല്ല. ഡ്രാഗൺ എന്നുള്ള ഒരു ഇതിനെ ഇത്രയും ചെറുതാക്കി കാണിക്കുന്നത് പിന്നീട് സ്മോൾ ഫോക്കിന്റെ ഉള്ളിൽ ഒരു അൺട്രസ്റ്റ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അത് നമ്മൾ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നേ ഉള്ളൂ, ആൾക്കാരുടെ സ്വഭാവം മാറുന്നത്. ഇതിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഹ്യൂ ഹാമറിന്റെ കൂടെയുള്ള ഒരാൾ വന്നിട്ട് പറയും, ഹ്യൂ ഹാമറാണ് പണ്ട് സ്കോർപ്പിയനൊക്കെ ഉണ്ടാക്കിയ ആളില്ലേ, അയാളെ കൂടെയുള്ള ആൾ പറയും ഇങ്ങനെ, ഡ്രാഗൺസ് അൺബീറ്റബിൾ അല്ലെങ്കിൽ ഗോഡ്സ് ആണെന്നല്ലേ വിചാരിച്ചിരുന്നത് നമ്മൾ എന്നുള്ള പോലെ പറയുമ്പോൾ പറയും അവിടെ എല്ലാവരും ഫൈറ്റ് ചെയ്യുന്നത് ഭക്ഷണത്തിനും മീറ്റിനും വേണ്ടിയിട്ടാണ്. നോ മാൻ, ഡ്രാഗൺസ് ആർ ജസ്റ്റ് മീറ്റ്. ആ ഒരു ലെവലിലേക്ക് ഡ്രാഗൺസിനെ താഴ്ത്തുന്ന മണ്ടത്തരാണ് ചെയ്യുന്നത്. ഈ സമയത്ത് തന്നെ നമുക്ക് കാണാം എയ്മണ്ടും ആലിസന്റും ഈ ഒരു തല ഇവര് കൊണ്ട് നടക്കുന്നത് മേലിരുന്നിട്ട് കാണുന്നുണ്ട് കൊട്ടാരത്തിന്റെ. അവിടെ നിന്നിട്ട് എയ്മണ്ടിനും ആലിസന്റിനും രണ്ടുപേർക്കും രണ്ട് മുഖമാണ്. ആലിസന്റ് ഇങ്ങനെ വരണ്ടാണ് ഇരിക്കുന്നത്, എയ്മണ്ട് ആണെങ്കിൽ ഭയങ്കര പ്രൗഡാണ്. അപ്പൊ തന്നെ ആലിസന്റ് ഏഗോൺ ദ കോൺകറിന്റെ ഡാഗർ ഉണ്ട്, അത് ഏഗോൺ ദ സെക്കൻഡിന് ആലിസന്റ് കൊടുത്തൊരു ഡാഗറാണ്. ആ ഡാഗർ എയ്മോണ്ടിന്റെ കയ്യിലിരിക്കുന്നത് ആലിസന്റ് കാണുന്നുണ്ട്. ആലിസന്റിന് പല സംശയങ്ങളും ഉണ്ട് നടന്ന കാര്യങ്ങളെ പറ്റി. അതുകൂടാണ്ട് നമ്മൾ കാണുന്ന ഒരു പെട്ടിയാണ്.
ആ പെട്ടിയിൽ ഏഗോണിനെ പതുക്കെ കിങ്സ് ലാൻഡിങ്ങിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം ഏഗോണിന് ഇത്രയും ബുദ്ധിമുട്ടുകൾ പറ്റിയെന്ന് അറിഞ്ഞ സ്മോൾ ഫോക്കിന് ആളിലുള്ളൊരു വിശ്വാസം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ അത് അവർക്ക് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ഫുൾ അടച്ച് തുണിയൊക്കെ ഇട്ട് മൂടി നൈസായിട്ട് കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് ആ പെട്ടി കൊണ്ടുവരികയാണ്. നമുക്ക് കാണാൻ പറ്റും ബ്ലാക്ക് ഫയർ സോഡ് ഉണ്ട് ഏഗോണിന്റെ ആ പെട്ടിന്ന് എടുക്കുന്നത്. അതിനുശേഷം ഏഗോണിനെയും വെസേറിസിന്റെ ബെഡിലേക്ക് കിടത്തുമ്പോൾ ആലിസന്റിന് ഇതൊരു ഭയങ്കര മെമ്മറി ആയിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ആലിസന്റിനെ സംബന്ധിച്ച് വെസേറിസ് കിടന്ന അതേപോലെയാണ് ഇപ്പം ഏഗോൺ കിടക്കുന്നത്. ആലിസന്റിന് ഇനിയും ഒരാളെയും കൂടി ടേക്ക് കെയർ ചെയ്യാൻ, ഭർത്താവും അങ്ങനെ മരിച്ചുപോയി, മകനെ അങ്ങനെ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ആലിസന്റ് മാറുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത്, ഞാൻ പറഞ്ഞിരുന്നു, ഏഗോൺ ദ കോൺകററിന്റെ ആർമറാണ് ഏഗോൺ ദ സെക്കൻഡ് ഈ ഒരു ബാറ്റിലിന്. കിരീടം ഒക്കെ ഏഗോൺ ദ കോൺകററിന്റെ ഇട്ടിട്ടാണ് പോയേക്കണേ. അത് വെലേരിയൻ സ്റ്റീലിലുള്ള ഒരു ആർമറാണ്. അതുകൊണ്ട് തന്നെ അതിന് ഡ്രാഗൺ ഫയറിലൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഏഗോണിന്റെ ഇങ്ങനെ സ്കിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിയിട്ട് ഇങ്ങനെ ചപ്പിളിപൊളിയായി. അപ്പം മേസ്റ്റേഴ്സ് എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് അവിടെ പണിയെടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആർമർ റിമൂവ് ചെയ്യുന്നത് ഒരു സീനാണ്. നമ്മൾ എന്താ പറയാ, നമുക്ക് ചേരാത്ത സാധനങ്ങൾ നമ്മുടെ മേത്ത് ഇട്ടിട്ട്, അതായത് ചേരാത്ത പദവികളിൽ കയറി ഇരുന്നിട്ട്, അങ്ങനെ ഒരു മീനിങ് കൂടി എനിക്ക്, കാരണം വളരെ കെയർഫുള്ളി അവർ കാണിക്കും ആ ആർമർ റിമൂവ് ചെയ്യുന്നു ഓരോ പാർട്ടായിട്ട്. ആലിസന്റെ അപ്പം മേസ്റ്ററിന്റെ അടുത്ത് പിന്നെയും ചോദിക്കുകയാണ്, മേസ്റ്റർ ജീവനോടെ ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പം മേസ്റ്റർ പറയും, ഈ കുറച്ച് മണിക്കൂറുകൾ വളരെ ക്രിട്ടിക്കലാണ്, എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഒരു സൈഡ് മുഖമടക്കം ഏഗോണിന്റെ കരിഞ്ഞു പോയിരിക്കുകയാണ്. ഏമണ്ട് അതിനുശേഷം ഏഗോണിനെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഏമണ്ട് വേറെ കാര്യങ്ങളൊന്നും അറിയണ്ട, ഇവനിപ്പോ വയ്യല്ലോ, ഈ സ്പേസിൽ ആര് ഭരിക്കും എന്നുള്ളത് മാത്രമേ ഏമണിന് അറിയണ്ടൂ. പുള്ളിക്ക് പണ്ടേ ആ ഒരു കിങ് ആവാനുള്ള ത്വര ഇപ്പൊ ഡേമണിനുള്ള പോലെ തന്നെ ഭയങ്കര കൂടുതലായിരുന്നു. പുള്ളി അതിനുള്ള കരുക്കൾ നീക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആലിസൺ ഇത് മൊത്തത്തിൽ കാണുമ്പം എന്തോ നടക്കാൻ പാടില്ലാത്തത് നടന്നു എന്ന് ആലിസണിന് തോന്നുന്നു എന്നുള്ള പോലെയാണ് മുഖം. പക്ഷെ എന്ത് നടന്നു എന്ന് അറിയില്ലല്ലോ, കാരണം അവിടെ ബാറ്റിൽ പോയ ആരെങ്കിലും പറഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ ആലിസന്റെ അങ്ങനെ ക്രിസ്റ്റന്റെ അടുത്ത് പോയി ചോദിക്കുകയാണ് എന്താ നടന്നത് എന്നുള്ള പോലെ. ഈ ഒരു കോൺവെർസേഷനിലാണ് വലിയൊരു കാര്യം ക്രിസ്റ്റൻ പറയുന്നത്. എന്താന്ന് വെച്ചാൽ സൺഫെയറിനെ പറ്റിയിട്ടാണ്. ക്രിസ്റ്റന്റെ എക്സാക്ട് ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, സൺഫെയർ വാസ് ലോങ് ഇൻ ദ ഡൈയിങ്. സൺഫെയർ വാസ് ലോങ് ഇൻ ദ ഡൈയിങ്. അതുകൊണ്ട് തന്നെ സൺഫെയറിന് റൂക്സ് റെസ്റ്റിൽ, അതിന്റെ അർത്ഥം എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലായിടത്തോളം സൺഫെയർ മരിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചേഞ്ച് ഇവരിതിൽ വരുത്തിയതിൽ ആക്ച്വലി സ്പീക്കിംഗ് ഇവിടെ സൺഫെയറും ഇവരൊക്കെ ഭയങ്കര ബഹളമാണ് കേട്ടോ. ഒന്നും വിചാരിക്കരുത്, ഇവര് ഒരു മോഡിലാണ് ഇപ്പൊ ഇവര് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സൺഫെയർ മരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കഥയുടെ മേജർ പ്ലോട്ട് ആക്ച്വലി ഗെയിം ഓഫ് ത്രോൺസിലെ സ്പോയിലറായിട്ട് വന്നു കഴിഞ്ഞതാണ്. നമ്മുടെ ജെഫ്രി ബരാത്തിയൻ ഇത് സ്പോയിൽ ചെയ്ത് കഴിഞ്ഞൊരു കാര്യമാണ് ഇത് എന്താണ് നടക്കുക. അത് അറിയുന്നവരുണ്ടെങ്കിൽ ഇത് സ്പോയിലർ ആയതുകൊണ്ട് നിങ്ങൾ കമന്റ് ഒന്നും ചെയ്യരുത്. അതുകൊണ്ട് തന്നെ സൺഫെയറിന് ആ ഒരു മേജർ പ്ലോട്ടിൽ വലിയൊരു റോൾ ഉണ്ട്. ഈ കഥ ഫുള്ള് മഷ്റൂം എന്ന് പറഞ്ഞുള്ള ആളുടെ അക്കൗണ്ടിൽ അയാൾ കണ്ടറിഞ്ഞ കാര്യങ്ങൾ അയാളുടെ പാർഷ്യാലിറ്റി വെച്ചൊക്കെ എഴുതിയ പോലെയാണ് പറയുന്നത്. ഗെയിം ഓഫ് ത്രോൺസിനെ പോലെയല്ല ഇതിലെന്ന് പറഞ്ഞാൽ ഇതിന്റെ റൈറ്ററായ ജോർജ് ആർ മാർട്ടിൻ കുറച്ചും കൂടി ഹെവിലി ഇൻവോൾവ് ആണ് ഈ ഒരു സീരീസിന്റെ മേക്കിങ്ങിൽ. പുള്ളിക്ക് ഒരുപാട് ആശയങ്ങൾ ഇതിലേക്ക് കൊടുക്കാനുണ്ട്. പുള്ളി വളരെ ഹാപ്പിയാണ് ദ വേ സീരീസ് ഇസ് ഗോയിങ് എന്നുള്ളതിൽ. ഡ്രാഗൺ സ്റ്റോണിലാണെങ്കിൽ റെനേറയുടെ കൗൺസിലിൽ കാര്യങ്ങൾ വഷളാണ്. ഒരുപാട് പേര്, എനിക്ക് തോന്നിയില്ല, കുറച്ച് പേരെങ്കിലും ഹൈറ്റവേഴ്സിനോടുള്ള ദേഷ്യം കൊണ്ടൊക്കെ ഇവിടെ വന്നിരിക്കുന്നവരുണ്ട്. അതായത് അവർക്ക് റെനേറ എന്നുള്ള ഒരാളെ വലിയ വാല്യൂ ഒന്നുമില്ല. റെനേറയുടെ ഒരു ഇതിന് വേണ്ടിയിട്ടല്ല അവർ ഫൈറ്റ് ചെയ്യുന്നതെന്ന് പലപ്പോഴും നമുക്ക് തോന്നും. അവർ ഇങ്ങനെ പറയാണ്, നിങ്ങളൊരു സ്ത്രീയാണ്, നിങ്ങൾക്ക് ബാറ്റിൽ എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള പോലെ. അപ്പൊ റെനേറ നൈസായിട്ട് പറയും, നമ്മൾ ജഹേറിസിന്റെ കാലം തൊട്ട് വെസേറിസിന്റെ കാലത്തിലും പീസ്ഫുൾ ആണ് റെൽം. അപ്പൊ നിങ്ങൾക്ക് ആർക്കും ബാറ്റിൽ എക്സ്പീരിയൻസ് ഇല്ല, നിങ്ങൾ എന്നെ മെക്കിട്ട് കയറാനൊന്നും വരണ്ട. പക്ഷെ റെനേറയുടെ ടീമില് ബാറ്റിൽ എക്സ്പീരിയൻസ് നല്ല പോലുള്ള 2 ആൾക്കാരുണ്ട്, കോർലിസും ഡേമണും. അവരെ 2 പേരെയും ആക്ച്വലി റെനേറ നന്നായിട്ട് യൂസ് ചെയ്യാത്ത പോലെ, അതൊരു വലിയ ലാക്കിങ് തന്നെ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഈ എപ്പിസോഡിൽ റെനേറ റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. കൗൺസിലിന്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, അവര് കിങ്സ് ലാൻഡിങ്ങിനെ ഇപ്പൊ അറ്റാക്ക് ചെയ്യണമെന്ന്. കാരണം വേഗാർ ഒരു അമ്മൂമ്മ ഡ്രാഗൺ ആണ് അൾട്ടിമേറ്റ്ലി. നല്ല പ്രായമുണ്ട് വേഗാറിന്. എനിക്ക് തോന്നുന്നു ബെലേറിയനൊക്കെ 200 വയസ്സിൽ മരിച്ചു. വേഗാറിനും നല്ല 100 ചില്ലാന വയസ്സ്, 175 വയസ്സെന്തോ പ്രായമുണ്ട്. അപ്പം നല്ല പ്രായമുള്ള ഒരു ഡ്രാഗൺ ആയതുകൊണ്ട് ഇത്രയും ഒരു ബാറ്റിൽ കഴിഞ്ഞാൽ അവർ ഒബ്വിയസ്ലി ടയേർഡായിരിക്കും. അതുകൊണ്ട് തന്നെ അവരൊക്കെ വൾണറബിൾ ആയിട്ടിരിക്കുന്ന ഈ സമയമാണ് അറ്റാക്ക് ചെയ്യാൻ ഏറ്റവും കറക്റ്റ് എന്നാണ് തോന്നുന്നത് എന്നാണ് റെനേറയുടെ കൗൺസിൽ പറയുന്നത്. പക്ഷെ റെനേറയ്ക്ക് ഡേമൺ ഇല്ലാണ്ട് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല, ക്രാക്സിസും ഡേമണും ഇല്ലാണ്ട് കിങ്സ് ലാൻഡിങ് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യം റെനേറയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. റെനേറ അതും തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോ എത്ര കാലം ഇങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞ് 2 പേരുടെയും ഗോൾ ഏകദേശം സിമിലർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴും
ഡെയ്മൺ ജേസിന്റെ സ്റ്റെപ്പ് ഫാദർ ആണല്ലോ. അവർക്ക് റെനേറെ തന്നെ ക്വീൻ ആവണമെന്ന് ഡെയ്മൺ ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ജേസ് വിചാരിക്കുന്നത് ആളുടെ ഡ്രാഗന്റെ മേലെ കയറിപ്പോയിട്ട് ഹാരൻ ഹോളിൽ പോയിട്ട് ഡെയ്മണിനെ കൺവിൻസ് ചെയ്യാണ്. പക്ഷെ പിന്നീട് അവർ വേറൊരു പ്ലാനിലേക്കാണ്. അപ്പൊ ബെയില പറയും റെനേറയോട് പറഞ്ഞിട്ട് പോവാം അങ്ങനെയുള്ള രീതിയിൽ. പക്ഷെ ജേസ് ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം റെനേറയ്ക്ക് ഓൾറെഡി ലൊസേറിസിനെ നഷ്ടപ്പെട്ടതുകൊണ്ട് ജേസിനെ ഭയങ്കര പ്രൊട്ടക്ട് ചെയ്താണ് റെനേറ വെക്കുന്നത്. കാരണം ഇനി ഒരു മോനെയും കൂടി നഷ്ടപ്പെടാൻ താല്പര്യം ആർക്കപ്പം ഉണ്ടാവുക? അത് വലിയൊരു പോയിന്റ് ആണല്ലോ. ജേസ് പക്ഷെ പിന്നീട് പോകുന്നത് ഫ്രേസിന്റെ അടുത്തേക്കാണ്. ഫ്രേസിന്റെ അടുത്തേക്ക് പോകുന്നതിന് കാരണം അവരൊരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഫ്രേസ് ആക്ച്വലി ഈ റിവർലാൻഡിന്റെ ലോർഡ്സിന്റെ പെട്ട ആൾക്കാരാണെങ്കിൽ ഗ്രോവർ ടള്ളിയുടെ അണ്ടറിലാണ് വരുന്നത്. പക്ഷെ ഗ്രോവർ ടള്ളിക്ക് വയസ്സായി, ഓസ്കർ ടള്ളി ആണെങ്കിൽ ചെറിയ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഫ്രേസിന് മേ ബി ഇൻഡിപെൻഡന്റ്ലി മൂവ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരിക്കും. അതിന് മുതലെടുക്കാം എന്നാണ് ജേസ് വിചാരിക്കുന്നത്. ഫ്രേസ് ഒരു ബ്രിഡ്ജ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ആ ബ്രിഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ ക്രേഗൻ സ്റ്റാർക്ക് 2000 പേര്, വയസ്സായ ആൾക്കാരാണെങ്കിലും 2000 പേരുടെ ആർമീനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 2000 പേർക്ക് വരാന് ഈസി ആക്സസ് ആണ്. വളഞ്ഞ വഴി വരുന്നതിന് പകരം ഈസി ആക്സസിൽ അവർക്ക് ആ ആർമിക്ക്, ജെയിൻ ആര്യന്റെ കാര്യം നമുക്കറിയില്ല. പുള്ളിക്കാരത്തി ഇപ്പം ആർമീനെ വിടുവോ, സർക്കംസ്റ്റാൻസസ് അനുസരിച്ച് പുള്ളിക്കാരത്തിയുടെ ഡിസിഷൻ മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ക്രേഗൻ സ്റ്റാർക്കിന്റെ ആർമിക്ക് 100% ഒരു ഈസി പാസേജ് ആണ് ഫ്രേസ് ഇവരുടെ ഡിമാൻഡ്സ് അംഗീകരിക്കുകയാണെങ്കിൽ. അതിനുശേഷം നമ്മൾ കാണുന്നത് ഡേമൺ ഏമോസ് ബ്രാക്കനെ മീറ്റ് ചെയ്യുന്നതായിട്ടാണ്. അപ്പൊ മൂപ്പരാളോട് നൈസായിട്ട് പറയും, നിങ്ങൾ ബെന്തനി അല്ലെങ്കിൽ നിങ്ങൾക്ക് നൈസായിട്ട് ഞാൻ ക്രാക്സിസിനെ വെച്ച് ചുട്ടരിക്കുക എന്നുള്ളത്. ആള് പറയും ആയിക്കോട്ടെ, ചുട്ടരിച്ചോ, കുഴപ്പമൊന്നുമില്ല നമുക്ക്. എനിക്ക് നിങ്ങൾക്കൊന്നും ബെന്തനി, ഈ വില്യം ബ്ലാക്ക്വുഡ് ഇവിടെ നിൽക്കുമ്പം മേ ബി വില്യം ബ്ലാക്ക്വുഡിനെയും കൊണ്ടുപോയത്, അതായത് അവർക്ക് ഈ പറഞ്ഞില്ലേ ഏഗോണിന്റെ ദ കോൺകററിന്റെ കോൺക്വസ്റ്റിന്റെ ഒക്കെ മുന്നേ തൊട്ടുള്ള ബഹളങ്ങളാണ് അവരുടെ. അപ്പൊ ഈ ഒരു വില്യം ബ്ലാക്ക്വുഡിനെ കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ മേ ബി ഒരു ചാൻസ് ഉണ്ടായിരുന്നേനെന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം അവർ തമ്മിൽ ഇത്രയും വലിയ കാലത്ത് ഒരു അടിയുണ്ട്. അപ്പൊ ആള് കൂടെ നിൽക്കുന്ന ഒരാളുടെ കൂടെ ഒരിക്കലും ഒരു ബ്രാക്കൻ കൂടെ നിൽക്കില്ല. അവർ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഓൾറെഡി ഒരു ഫൈറ്റ് നടന്നതുമാണ്. ലാസ്റ്റ് സീനിൽ ഏമോസ് ബ്രാക്കനെ ക്രാക്സീസിന്റെ ഫ്രണ്ടിൽ കാണിക്കും. അത് ചുട്ടരിച്ചോ ഒന്നും കാണിക്കില്ല. എന്നിട്ട് ഡേമോൺ പിന്നെ ആകെ എന്ത് ചെയ്യും ഞാൻ എന്നുള്ളൊരു വിധത്തിലാണ്. അപ്പൊ വില്യം ബ്ലാക്ക്വുഡ് പറയും, കണ്ടില്ലേ ഇവരിങ്ങനെ തന്നെയാണ്, ഇവര് വൃത്തികെട്ടന്മാരാണ്, ഞങ്ങൾ കുറെ കാലമായിട്ട് അടി ഉണ്ടാക്കുന്നതാണെന്നൊക്കെ. പക്ഷെ അവര് ഭയങ്കര കിടിലം വാറിയേഴ്സ് ആണ്. അതുകൊണ്ട് അവരെ അങ്ങനെ ഇങ്ങനെയൊന്നും അവരെ ഒതുക്കാൻ പറ്റില്ല. അതാണ് കാര്യം. അപ്പൊ ഡേമൺ പറയും, ഒതുക്കാൻ വേറെയും വഴികളുണ്ടല്ലോ. ബേസിക്കലി ഡേമൺ പറയുന്നത് വാർ ക്രൈംസ് കമ്മിറ്റ് ചെയ്യാനാണ്. അതായത് സ്ത്രീകളെയും കുട്ടികളെയും ടാർഗറ്റ് ചെയ്ത് വാർ ക്രൈംസ് കമ്മിറ്റ് ചെയ്ത ഒരു പോയിന്റ് കഴിയുമ്പോൾ ആരായാലും പറയും ഡെയിലി ആവു ഭണ്ഡാരം, അങ്ങനത്തെ രീതിയിൽ. ഇത് തന്നെയാണ് ഡേമൺ പണ്ട് മറ്റേ ജഹേറസിനെ കൊന്നപ്പത്തെ ഇഷ്യൂല് കാണിച്ചതും. അതായത് ഇവരൊക്കെ സോൾജേഴ്സ് ആണ്, ഇവര് പൊളിറ്റീഷ്യൻസ് അല്ല. അൾട്ടിമേറ്റ്ലി ഇങ്ങനത്തെ ഡിസിഷൻസ് ഒക്കെ പിന്നീട് ബാക്ക് ഫയർ ചെയ്തെന്ന് നമുക്ക് ഈ എപ്പിസോഡിൽ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ കാണുന്നത് വെയിലാണ്. വെയില് ഭരിക്കുന്ന ആള് ജെയിൻ ആരൻ ആണ്. ജെയിൻ ആരൻ ആക്ച്വലി റെനേറയുടെ അമ്മയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അവിടേക്ക് കൊടുത്തിരിക്കുന്ന ഡ്രാഗൺസ് വലിപ്പം പോരാ. ജെയിൻ ആരൻ ചോദിച്ചത് ഒരു ഡ്രാഗനെയാണ്, പക്ഷെ അവർ കൊടുത്തയച്ച 2 കുട്ടി ഡ്രാഗനെയാണ്. അത് പോരാന്ന് റെയ്നേന്റെ അടുത്ത് കംപ്ലൈന്റ് പറയുന്ന ജെയിൻ ആര്യനെയാണ് നമ്മൾ കാണുന്നത്. ജെയിൻ ആര്യൻ നിൽക്കുന്നത് ഈരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാസിലാണ്. ഈരി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാസിലാണ്, പക്ഷെ വളരെ സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള, ഗ്രൗണ്ടിൽ നിന്ന് ഒരിക്കലും അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാസിലാണ് ഈരി. എന്താണെന്ന് വെച്ചാൽ ആദ്യം അവർക്കൊരു ബ്ലഡി ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് കടന്ന ഒരാൾ മുന്നിലേക്ക് എത്തുകയാണെങ്കിൽ പിന്നെ 3 ചെറിയ കാസിൽസ് ഉണ്ട്. ഈ 3 ചെറിയ കാസിലിൽ നിന്നും ഈ കടന്നു വരുന്ന ആർമീനെ വെയിലുള്ളവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം ചെറിയ സ്റ്റെപ്പുകൾ, അതായത് ഒരു ആർമീനൊന്നും നയിക്കാൻ പറ്റുന്ന സ്റ്റെപ്പുകളല്ല, ചെറിയ സ്റ്റെപ്പുകൾ കടന്നിട്ട് വേണം ആ കാസിലേക്ക് എത്താനായിട്ട്. ആ കാസിലേക്ക് എത്തുന്ന ആ വഴിക്ക് മേലെ നിന്നും ഈ കാസിലുള്ളവർക്ക് വരുന്ന ആർമീനെ ആക്രമിക്കാൻ പറ്റും. അമ്പെയ്യാം, പ്രൊജക്ടൈൽസ്, സ്റ്റോൺ എറിയാം. അതുകൊണ്ട് തന്നെ ആ കാസിൽ കീഴടക്കുക എന്നുള്ളത് പറ്റുന്ന പണിയല്ല ഗ്രൗണ്ട് ലെവലിൽ നിന്ന്. പക്ഷേ ആ കാസിലില് ഏറ്റവും വലിയൊരു ത്രെറ്റ് എന്ന് പറയുന്നത് ഡ്രാഗൺ ആണ്. കാരണം മേലെ നിന്ന് ഈസിലി അറ്റാക്ക് ചെയ്യാം, ചെറിയൊരു കാസിലുമാണ്. ഈ ഒരു ഡ്രാഗൺ എന്നുള്ള ത്രെറ്റ് ഇല്ലെങ്കിൽ വിന്റർഫെല്ലിനേക്കാളും വലിയ ധാന്യപ്പുരകളാണ് വെയിലുണ്ടെന്ന് പറയുന്നത്. അപ്പം ഫുഡിനും ഒരു വലിയ പ്രശ്നമില്ല, താഴെന്നും പറ്റില്ല. അതുകൊണ്ടാണ് 36 പറഞ്ഞത് എനിക്കൊരു ഡ്രാഗൺ വേണം എന്ന്. ഇവരാണെങ്കിൽ കുട്ടി ഡ്രാഗണിന് കൊടുത്തു. പക്ഷെ ഡ്രാഗൺ കൊടുക്കാന്നുള്ള പ്രോമിസ് കീപ്പും ചെയ്തല്ലോ. അപ്പൊ റെയ്നേനെ ഇങ്ങനെ കാട്ടും. റെയ്നേന്റെ അടുത്ത് പറയും എനിക്കിതല്ല വേണ്ടത്,
റെയ്നയെ ഇത്രയും കാട്ടുന്നതിലും കുറച്ച് എനിക്ക് തോന്നുന്നു റെയ്നേന്റെ സ്റ്റോറി ലൈൻ ഇവർ കുറച്ച് മാറ്റാനൊരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു സ്പോയിലർ ആവുന്നുള്ളതുകൊണ്ട് ഞാൻ ഇനി പറയുന്നില്ല. അതിനുശേഷം നമ്മൾ കാണുന്നത് റെനേരയും മെസേരയും തമ്മിൽ സംസാരിക്കുന്നതാണ്. മെസേരയും റെനേരയ്ക്കും ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉള്ള പോലെയാണ്. അവർ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള പോലെയാണ് ഇപ്പോൾ സംസാരങ്ങൾ. ഇപ്പൊ റെനേര പറയും സ്ത്രീകൾക്ക് ബാറ്റിൽ പഠിക്കാൻ പാടില്ല, എനിക്ക് വിസന്യെ മാത്രമേ ഉള്ളൂ ബാറ്റിലൊക്കെ നല്ല പോലെ പോയിരുന്ന ഒരു ഭയങ്കര ഫിയേഴ്സ് ആയിട്ടുള്ള വാറിയർ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്ന ഒരു പ്രിൻസസ് ഉണ്ടായിരുന്നത്. ഇപ്പൊ റെനേര ആണെങ്കിലും പണ്ട് നല്ല ഫിയേഴ്സ് ആയിരുന്നു, പക്ഷെ പുള്ളിക്കാരത്തി കബ്ബേറർ ആയിരുന്നു അച്ഛൻ്റെ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തിക്ക് നയതന്ത്രം അറിയാം, പൊളിറ്റിക്സ് അറിയാം, പക്ഷെ ബാറ്റിൽ അറിയില്ല എന്നുള്ള പോലെ പറയും. ആക്ച്വലി കിങ്സ് ലാൻഡിങ്ങിന് വേണ്ടത് പൊളിറ്റിക്സ് അറിയുന്ന ഒരു കിങ്ങിനെയാണ്. ഡേമണിനെ പോലെ ഒരു നല്ല സേനാപതിയാണ് ബാറ്റിൽസിന് പോകാനായിട്ട്. പക്ഷെ എന്താ ചെയ്യുക, ആലിസന്റിന് തോന്നി ഏഗോൺ ദ കോൺകററും ഏഗോൺ ദ സെക്കൻഡും ഒന്നാണെന്ന്. അപ്പൊ മെസാരെ പറയും നിങ്ങൾക്ക് ഇപ്പൊ കിങ്സ് ലാൻഡിങ്ങിൽ എല്ലാവരും സ്പെഷ്യലി ജനങ്ങള് പേടിച്ചിരിക്കുകയാണ്, ആ പേടിയെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള പോലെ മെസാരെ പറയും. മെസാരെ പറഞ്ഞിട്ട് മെസാരെ പറയും ഒരു വഴിയിലല്ല, ഈ ബാറ്റിൽ മാത്രമല്ല വാർ ജയിക്കാനുള്ളത്. ഇനി കിങ്സ് ലാൻഡിങ്ങിൽ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കുത്തിത്തിളക്കാൻ പോകുന്നത് മെസാരിയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് റെനേറയുടെ ഒരു മെയ്ഡ് കിങ്സ് ലാൻഡിങ്ങിലേക്ക് പോകുന്നതായിട്ടാണ്. അതിനുശേഷം റെനേറ ബേലയെ മീറ്റ് ചെയ്യുന്നു. ബേലയുടെ അടുത്ത് റെനേറ റെയ്നിസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ബേല ഒബ്വിയസ്ലി വളരെ സാഡാണ്, ബേലേന്റെ അമ്മൂമ്മയായിരുന്നു റെയ്നിസ്. അതുകൊണ്ട് തന്നെ അവരൊരു കോൺവെർസേഷൻ ഷെയർ ചെയ്യുന്നു. പക്ഷെ ഇവിടെ റെനേറ വന്നിരിക്കുന്നത് സങ്കടം പറയാൻ വേണ്ടി മാത്രമല്ല, റെനേറ ബിസിനസ്സിനാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതില് ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഡ്രാഗന്റെ മുട്ട കുട്ടീന്റെ കൂടെ വിരിഞ്ഞാലല്ലേ ഡ്രാഗന് അവരുമായിട്ടൊരു ബോണ്ട് ഉണ്ടാവുള്ളൂ, അതുകൊണ്ടല്ലേ ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ തന്നെ ഡ്രാഗന്റെ മുട്ട അതിന്റെ കൂടെ ഇൻക്യുബേറ്റ് ചെയ്യുന്നത് എന്നുള്ള പോലെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പലപ്പോഴും അങ്ങനെ ചെയ്യുന്നത് ഡ്രാഗണും അതിന്റെ ഡ്രാഗൺ റൈഡറും തമ്മിലൊരു ബോണ്ട് സ്ട്രോങ് ആയിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അവർ ഒരുമിച്ച് വളർന്നു വരുമ്പോൾ പെട്ടെന്ന് ഡ്രാഗൺ അക്സെപ്റ്റ് ചെയ്യും ആ ഡ്രാഗൺ റൈഡറിനെ, അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ പല സാഹചര്യങ്ങളിലും ഇപ്പൊ ബേലേനോട് റെനേറ പറയുന്ന ഈ കഥയിൽ നമുക്ക് കാണാൻ പറ്റും മേലീസ ആക്ച്വലി ഡെയ്മന്റെ അമ്മ അലീസ ടാർഗേറിയന്റെ ഡ്രാഗൺ ആയിരുന്നു. അലീസയുടെ മരണത്തിന് ശേഷം ആക്ച്വലി ഡെയ്മണിന് മേലീസിനെ വേണം എന്നുണ്ടായിരുന്നു. പക്ഷെ റെയ്നീസ് നൈസായിട്ട് ഡെയ്മണിനെ എനിക്ക് തോന്നുന്നു മേലീസ് റിജക്ട് ചെയ്തു. റെയ്നീസ് നൈസായിട്ട് ഡ്രാഗൺ പിറ്റ് പോയിട്ട് മേലീസിനെ ക്ലെയിം ചെയ്യാനുണ്ടായിരുന്നു. അപ്പം റെയ്നീസ് ഇസ് ക്ലിയർലി ഓൾഡർ, എന്നിട്ടും ആൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റി. പിന്നെ വെസേരിസ് ഓടിക്കല്ല വെസേരിസിന്റെ ഡ്രാഗൺ ബെലേറിയൻ ആയിരുന്നു. ബെലേറിയൻ അതിന്റെ മുന്നേ ഐഗോൺ ദ കോൺകററിന്റെ ഒക്കെ ഡ്രാഗൺ ആയിരുന്നല്ലോ, പക്ഷെ പ്രായമായിട്ടും അത് ഓക്കെ ആയിരുന്നു. ആ ഒരു പോയിന്റ് ഇനി നമ്മൾ ഈ സീരീസിൽ കാണാൻ പോകുന്ന വലിയൊരു പോയിന്റ് ആണ്. അതിനുശേഷം റെനേറ ചെയ്യുന്നത് ബെയിലേക്ക് ഹാൻഡിന്റെ പെട്ടി കൊടുക്കുകയാണ് കോർലിസിന് കൊടുക്കാനായിട്ട്. റെനേറ ഫൈനലി ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. കോർലിസിനെ ഹാൻഡായിട്ട് അപ്പോയിന്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. ആക്ച്വലി റെനേറ ഈ കിങ്സ് ലാൻഡിങ്ങിൽ ആലിസിന്റെ അടുത്ത് മുറുമുറുക്കാനൊക്കെ പോകുമ്പോൾ ഈ കോർലിസിനൊക്കെ ഹാൻഡായിട്ട് അപ്പോയിന്റ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഈ നാദനില കളരി ഒഴിവാക്കായിരുന്നു. അത് ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. അതിനുശേഷം നമ്മൾ ഹാരൻ ഹാളില് ഡെയ്മനെയാണ് കാണിക്കുന്നത്. ഡെയ്മന് ഭയങ്കര പ്രശ്നമുള്ള സ്വപ്നങ്ങളാണ്, എന്തിപ്പോ ചെയ്യുക. ഡെയ്മൺ കാണുന്നത് ആളുടെ മദറായ അലീസ ടാർഗേറിയനെയാണ്. അലീസ എനിക്ക് തോന്നുന്നു ഡെയ്മണിന് ഒരു ചെറിയ പ്രായമുള്ളപ്പോൾ 2-3 വയസ്സൊക്കെ ഉള്ളപ്പോൾ മരിച്ചുപോയ ഒരാളാണ്. ഹി ഹാസ് എ സെക്സ് ഡ്രീം വിത്ത് ഹിസ് മദർ. ഈ ഒരു സീരീസിൽ ഇനഫ് ഇൻസെസ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇതും കൂടി അവർ ഉൾപ്പെടുത്തിയത്. അലീസ ഡെയ്മണിനോട് പറയുന്നത് നീയാണ് എൻ്റെ ഫേവറേറ്റ് സൺ, നിന്റെ ബ്രദർ അല്ല, നീയായിരുന്നു കിങ് ആവേണ്ടിയിരുന്നത്, അങ്ങനത്തെ ഡയലോഗൊക്കെയാണ്. അതായത് ഡെയ്മണ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആളുടെ മദർ പറയുന്ന പോലെയാണ് നമ്മൾ അതിൽ കാണുന്നത്. അതിനുശേഷം അലീസ ടാർഗേറിയനും മരിക്കുന്ന പോലെയും ഡെയ്മന്റെ കയ്യിലും എന്താ പറയാ ബ്ലഡ്, അല്ലെങ്കിൽ അലീസയുടെ മേത്തും ബ്ലഡ് ഡെയ്മന്റെ കയ്യിലും ബ്ലഡ് എന്നുള്ള രീതിയിലാണ് സ്വപ്നം എൻഡ് ചെയ്യുന്നത്. അതായത് ഇപ്പം അലീസന്റെ ഡ്രാഗൺ ആയിരുന്നു മേലീസ്. മേലീസിന്റെ ഒരു മരണത്തിന് ഒരു റീസൺ ഡെയ്മൺ അവിടെ ഇല്ലാത്തത് കൂടിയാണ്. ഇനി അതാണോ അതോ ഇനി അങ്ങോട്ട് ഡെയ്മൺ കൊല്ലാൻ പോകുന്ന ആൾക്കാരുടെ ഇതുവരെ കൊന്ന ആൾക്കാരുടെ ബ്ലഡാണ്. എപ്പോഴും ഡെയ്മന്റെ കയ്യിൽ ബ്ലഡ് ഉണ്ട്. ഇംഗ്ലീഷിലൊരു സേയിങ് ഉണ്ട്, there is blood on your hands. അപ്പൊ ആ ഒരു സേയിങ് ഇവർ റിപ്പീറ്റഡ്ലി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സീരീസിൽ. അപ്പൊ നമ്മൾ വിചാരിക്കും ഡെയ്മൺ എവിടെയോ എന്താ പറയാ സ്വപ്നത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്വപ്നം, ഡിന്നർ ടേബിളിൽ ഇരിക്കുകയാണ്, എന്തോ ഒരു ഗൂസ് അടുത്ത് ഇനിയിപ്പോ ആ ഹൗസിനെ ഉന്മൂലനം ചെയ്യാനുള്ള പരിപാടിയാണോ അറിയില്ല, ആ ഗൂസ് സിജിലായിട്ടുള്ള ഹൗസിനെ ഗൂസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആലിസ് റിവേഴ്സ് ഡെയ്മണിനെ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഡെയ്മൺ എനിക്ക് വയ്യാന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ സൈമൺ സ്ട്രോങ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് സൈമൺ സ്ട്രോങ്. മൂപ്പരാൾ അങ്ങനെ ഇങ്ങോട്ട് പറയൊന്നുമില്ല കാര്യങ്ങൾ, പക്ഷെ ഭയങ്കര നൈസായിട്ട് കാര്യങ്ങൾ പറയും. സൈമൺ സ്ട്രോങ് ഡെയ്മണിന്റെ അടുത്ത് പറയും ഹാരൻ ഹോളിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, പരാതിപ്പെട്ടി ഇങ്ങോട്ട് തുറക്കുകയാണ്. ആ റൂഫ് ശരിയല്ല, ഇത് ശരിയല്ല, മറ്റത് ശരിയല്ല, മറിച്ചത് ശരിയല്ല, ഇതൊക്കെ നന്നാക്കണം. ഡെയ്മൺ പറയും ഓക്കെ. അപ്പോൾ സൈമൺ സ്ട്രോങ് പറയും ഇതിനൊന്നും കാശ് നമ്മുടെ കയ്യിലില്ല,
രാസ് ഇവിടെ ഉണ്ടായിരുന്ന കാശൊക്കെ കൊടുത്ത് കിങ്സ് ലാൻഡിങ് കൊണ്ടുപോയി. അപ്പോഴാണ് ഡേമണിന് എൻ്റെ ഈശ്വര എന്ത് വയ്യാവേലിയാണ് ഞാൻ ഈ തലയിലെടുത്ത് വെച്ചേക്കണേ. ലാരിസ് വിചാരിക്കുന്നത് റെനേറയുടെ കയ്യിൽ നിന്ന് ഡേമൺ പണം കൊണ്ടുവന്ന് ഇവിടെ എല്ലാം ഇറക്കും എന്നുള്ളത് പോലെയാണ്. ഡേമൺ മിണ്ടാണ്ടിരിക്കും. കിങ്സ് ലാൻഡിങ്ങിലാകട്ടെ വേറെ സീനാണ്. കിങ്സ് ലാൻഡിങ്ങിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏഗോണിന് വയ്യല്ലോ. അപ്പം ഏഗോണ് കോൺഷ്യസ് പോലും ആയിട്ടില്ല എന്ന് തോന്നുന്നു ആ സമയത്തൊക്കെ. അതുകൊണ്ട് തന്നെ ഏഗോണിന്റെ സ്ഥാനത്ത് ഭരിക്കാൻ ഒരാൾ വേണം എന്ന് ഏമണ്ട് അപ്പൊ തന്നെ പറഞ്ഞു. ഏമണ്ടിന്റെ മനസ്സിൽ ഏമണ്ട് ആവണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു കൗൺസിൽ മീറ്റിംഗ് കൂടി കഴിഞ്ഞിട്ട് കിങ്ങിന് വയ്യല്ലോ, ആരെങ്കിലും ഒക്കെ ഭരിക്കാൻ വേണം. അപ്പൊ ആലിസന്റ് വിചാരിക്കുന്നത് നൈസായിട്ട് ഞാൻ വെസറിസ് ഇല്ലാത്തപ്പോൾ ഇവിടെ ഭരണം നടത്തിയ ആളാണ്, ഞാൻ ഭരിക്കാം എന്ന് പറയും. അപ്പോ ക്രിസ്റ്റൻ അടക്കം എല്ലാവരും ആലിസന്റിനെ കാട്ടും. അതിൽ ലാരിസ് പറഞ്ഞതാണ് ഏറ്റവും വലിയ പോയിന്റ്. എന്താന്ന് വെച്ചാൽ ഇവരൊരു പെണ്ണ് ക്വീൻ ആവരുത്, അധികാരം കൊടുക്കരുത് എന്നുള്ള ട്രഡീഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ റെനേറയുടെ ത്രോൺ യുസർപ്പ് ചെയ്തിരിക്കുന്നത്. അത് പറഞ്ഞിട്ട് നമ്മൾ നടന്നിട്ട് റീജന്റ് ആയിട്ടോ ഇങ്ങനെ ഒരു പെണ്ണിനെ പിന്നെയും നിയമിക്കുന്നത് ശരിയല്ല. അപ്പൊ ആലിസന്റെ ക്രിസ്റ്റന്റെ മുഖത്ത് നോക്കുമ്പോൾ എങ്ങനെ പറയും, ഇല്ല ഏമണ്ട് തന്നെ മതി എന്നുള്ള പോലെ പറയും. ക്രിസ്റ്റനും ബിട്രേ ചെയ്തു ആലിസന്റിനെ. പിന്നീട് അങ്ങോട്ട് ഏമണ്ട് സ്ഥാനമൊക്കെ ഏറ്റെടുത്തു, ഏമണ്ട് സീറ്റൊക്കെ മാറിയിരുന്നു, വലിയ ആളായി. അപ്പൊ ആലിസന്റിന്റെ ഒരു മുഖമുണ്ട്, ഒലിവിയ കുക്ക് അതിങ്ങനെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഈ കാണിച്ചു കൂട്ടിയതെല്ലാത്തിൻ്റെയും കോൺസിക്വൻസസ് ആണോ ഇതെന്ത്, ഒട്ടും അത് സഹിക്കാൻ പറ്റാത്തൊരു മുഖം ആലിസന്റിന്റെ വളരെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് അവർ. അതിനുശേഷം ഏമണ്ടും ഇവരൊക്കെ കൂടിയിട്ട് ഭയങ്കര ബാറ്റിൽ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നു. ഏമണ്ടിന് ഇപ്പോഴും ഹാരൻ ഹോള് വേണം. അതും ഡേമൺ ഏറ്റെടുത്തത് കൊണ്ടല്ല, ഏമണ്ടിന് ഇനി ഡേമൺ ഏറ്റെടുത്തത് കൊണ്ടാണോ ഹാരൻ ഹോള് വേണ്ടത്, അതോ അവരുടെ മുന്നത്തെ സ്ട്രാറ്റജി ഹാരൻ ഹോള് വേണം എന്നുള്ളതായിരുന്നോ എന്നറിയില്ല. അതിലേക്കൊക്കെ അവർ ഓരോരോ സ്ട്രാറ്റജിയിലേക്ക് പോകണം. പക്ഷെ ആലിസന്റിന് ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു മെന്റൽ സ്റ്റേറ്റിലേക്ക് ആലിസന്റ് ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ ഏമണ്ട് ആയിരിക്കുന്നത് റീജന്റ് ആണ്. റീജന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കിങ്ങിനൊക്കെ വയ്യാണ്ട് അല്ലെങ്കിൽ കിങ് വളരെ ചെറുതാണ്, ഇപ്പം സേഴ്സി അങ്ങനെ ആയിരുന്നു എന്ന് തോന്നുന്നു ടോമിന്റെ സമയത്തൊക്കെ. അങ്ങനെയുണ്ടെങ്കിൽ കിങ്ങിന്റെ സ്റ്റെഡിൽ ഭരിക്കാൻ വേണ്ടി ഒരാളെ കൊണ്ടുവരും. അതാണ് റീജന്റ് എന്ന് പറയുന്നത്. വെസറിസിന് വയ്യാണ്ടായപ്പോൾ ആലിസന്റ് റീജന്റ് ആയിരുന്നു. ഇപ്പം ഏഗോണിന് വയ്യാണ്ടായപ്പം ഏമോണ്ട് റീജന്റ് ആണ്. അങ്ങനെ പിന്നെ ഗ്രീൻസിന്റെ വലിയൊരു പ്രശ്നം, ഒന്നാമത് അവർ ഓസ്കാർ ടെല്ലിയുടെ അടുത്ത് സംസാരിക്കാൻ തീരുമാനിക്കുന്നതാണ്. രണ്ടാമത്തെ ഗ്രീൻസിന്റെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്മോൾ ഫോക്ക് ആയിരക്കണക്കിന് ആൾക്കാർ കിങ്സ് ലാൻഡിങ് വിട്ടുപോവാണ്. കാരണം അവർക്ക് പേടിയായി. മേലിസിനെ കൊന്നു എന്ന് പറയുമ്പോൾ ഇനി റെനേറയുടെ ഡ്രാഗൺസ് ഇങ്ങോട്ടേക്കാണ് വരാൻ പോകുന്നത്. അതായത് ഈ ഒരു ഡയലോഗ് അടിയൊക്കെയല്ലേ ഉള്ളൂ. ഇപ്പം ബ്രൂക്സ് റെസ്റ്റിൽ തന്നെ നോക്കൂ, എത്ര ആൾക്കാരാ വെറുതെ മരിച്ചു വീഴും. അതുകൊണ്ടായിരിക്കണം അവര് ഫ്ലീ ചെയ്യണം, അവിടുന്ന് പോണം എന്ന് പറയുന്നത്. ഏമണ്ട് പറയും സിറ്റിയുടെ ഗേറ്റ്സ് ഷട്ട് ചെയ്യാൻ. അത് ആക്ച്വലി ബുക്കിൽ പറയുന്നത് ആലിസന്റ് ആണ്. ഈ ഒരു ഇതിൽ ആ ഡിസിഷൻ എടുക്കുന്നത് ഏമണ്ട് ആണ്. മേ ബി ആലിസന്റിനെ ഒന്നും കൂടി നന്നാക്കി കാണിക്കാനുള്ള ഒരു ശ്രമം പലപ്പോഴും ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്. റെനേറയെ വളരെ നന്നാക്കി കാണിക്കാനുള്ള ഒരു ശ്രമം ഷോ റണ്ണേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ട് ബുക്കിലെ റെനേറയെ വെച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ ആലിസന്റിനെയും കുറച്ച് നന്നാക്കി കാണിക്കാനുള്ള ശ്രമം ഈ ഇതിൽ നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. അത് കഴിഞ്ഞ് ഏമണ്ട് പറയുന്ന കാര്യം റാറ്റ് കാച്ചേഴ്സിനെ കട്ട് ചെയ്യണം, താഴെ ഇറക്കണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഏഗോൺ ചെയ്ത എല്ലാ പ്രവൃത്തികളെയും അങ്ങോട്ട് നൈസായിട്ട് അങ്ങോട്ട് മാറ്റിട്ട് ഇനി എൻ്റെ റെൽം, എൻ്റെ റൂൾ അങ്ങനെയാണോ, അതോ ഇനിയിപ്പം ആർക്കാണ് ഇപ്പൊ ഇങ്ങനെ ശരീരം മേലെ കിടക്കുന്നത് കാണാൻ താല്പര്യം, അതാണോ എന്നറിയില്ല. എന്തായാലും ഏമണ്ട് അവരെ കട്ട് ചെയ്ത് താഴേക്ക് ഇറക്കാൻ പറയും. ഇനി നമ്മൾ കാണുന്നത് ഹ്യൂ ഹാമറിനെയാണ്. വൈഫും ഹ്യൂ ഹാമറും കുട്ടി അവരുടെ വീട്ടിലാണ്. കുട്ടിക്ക് ഒട്ടും വയ്യ. അപ്പൊ വൈഫ് പറയും നമുക്ക് ഈ നശിച്ച സ്ഥലത്ത് നിന്ന് പോവാ, ഇനി എല്ലാവരും പോവാണ് ഇവിടുന്ന്, എന്റെ ബ്രദർ അവിടെ ഉണ്ട് എന്നൊക്കെ. അപ്പൊ ഹ്യൂ ഹാമർ പറയും നീ എന്താണ് പറയണേ, ഞാൻ നിന്റെ ബ്രദറിന് മുന്നിൽ പോയി പിഷ യാചിക്കണം എന്നാണോ എന്ന്. പക്ഷെ വൈഫ് പറയുന്നത് ഹ്യൂ ഹാമർ കേൾക്കുന്ന പോലെ നല്ലപോലെ കാണിക്കുന്നുണ്ട്. മേ ബി ഈ വൈഫിന് ഇനിയുള്ള ഒരു കുറെ കാര്യങ്ങളിൽ വളരെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് റാറ്റ് കാച്ചേഴ്സിനെയൊക്കെ കട്ട് ഡൗൺ ചെയ്തു കഴിഞ്ഞു. റാറ്റ് കാച്ചേഴ്സിൽ നമ്മുടെ ചീസിന്റെ പട്ടി പാവമുണ്ട് കേട്ടോ. അതിപ്പോഴും അവിടെ താഴെ നോക്കിയിരിക്കുകയാണ്. അത്രയും ലോയൽറ്റി ആ പട്ടിക്ക് ചീസിന്റെ അടുത്ത്. അങ്ങനെ ഇരിക്കുന്നത് കാണിക്കുമ്പോൾ ആ ഒരു പട്ടി എനിക്ക് തോന്നുന്നു ജോർജ് ആർ മാർട്ടിൻ ഭയങ്കരമായിട്ട് പ്രേസ് ചെയ്തൊരു കാര്യമാണ് ആ പട്ടീനെ ഇൻക്ലൂഡ് ചെയ്തത് ഷോ റണ്ണേഴ്സ്. കാരണം ആ ഒരു പട്ടീനെ ചീസ് ചവിട്ടുന്നുണ്ട്, അത്രയൊന്നും നന്നായിട്ട് നോക്കുന്നില്ല. പക്ഷെ ഒരു ലോയൽറ്റി ചിലരോട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ ലോയൽറ്റി അവരെത്ര ടോക്സിക് ആണെങ്കിലും, ആലിസന്റെ കാര്യത്തിൽ ഓട്ടോയോടുള്ള ലോയൽറ്റി, അതുകൊണ്ടാണ് ആലിസന്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തത്. അതൊക്കെ ഒരു സിമ്പിളാണ്. ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളിലും ആ പട്ടി ഒരു സിമ്പിളായിട്ടും കൂടിയാണ് കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനുശേഷം സർ ക്രിസ്റ്റനും ആലിസന്റും സംസാരിക്കുന്നുണ്ട്. ആലിസന്റ് പറയും എന്റെ പേരൊന്നും നീ വിളിക്കണ്ട, അന്ന് എന്നെ നീ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള പോലെ ആലിസന്റ് ക്രിസ്റ്റന്റെ അടുത്ത് പറയുമ്പോൾ ക്രിസ്റ്റൻ പറയും വോർ തുടങ്ങിക്കഴിഞ്ഞു, ഇനിയിപ്പം നമുക്ക് വോർ അവേർട്ട് ചെയ്യുക
അതായത് ഇനി വരുന്ന ഡിസിഷൻസ് എല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള ഡിസിഷൻസ് ആണ്. അതായത് അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനൊക്കെ അതൊന്ന് സ്പെയർ ചെയ്യാനുള്ള പോലെയാണെന്നുള്ള പോലെയാണ് ക്രിസ്റ്റൻ പറയുന്നത്. പക്ഷെ സ്റ്റിൽ ക്രിസ്റ്റന്റെ ഭാഗത്തുനിന്ന് ഒരു ബിച്ച് മൂവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ക്രിസ്റ്റന്റെ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഡ്രാഗൺസിന്റെ വോർ കണ്ടതിന് ശേഷം ഡ്രാഗൺ ഉള്ള ഒരാളെ ഹെഡായിട്ട് ഇരുന്നിട്ട് കാര്യമുള്ളൂ എന്ന് സംഭവം ആളുടെ തലയിലൊന്ന് കയറി കഴിഞ്ഞു. അതും ആള് പറയുന്നുണ്ട്. അതായിരിക്കാം ഇങ്ങനെ ഓവറോൾ ഈ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കാരണം. മൊത്തത്തിൽ ആള് ഭയങ്കര പേടിച്ച പോലെയാണ് കാണിക്കുന്നത്. അഹങ്കാരത്തിനൊരു കുറവില്ലെങ്കിലും കുറച്ച് പേടിച്ച പോലെ തന്നെയാണ് ആളെ കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഹ്യൂ ഹാമർ അടക്കം, ഹ്യൂ ഹാമറിന് നേരത്തെ പോകണ്ടായിരുന്നു, പക്ഷെ വൈഫിന് പോകണമായിരുന്നു. അൾട്ടിമേറ്റ്ലി അവർ പോകാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഹ്യൂ ഹാമർ അടക്കമുള്ള പലരും ഈ സിറ്റി ലീവ് ചെയ്യാൻ പോകുമ്പോൾ ഗേറ്റ് അടയ്ക്കപ്പെടുന്നതാണ് ഗോൾഡ് ക്ലോക്സിന്റെ വക. അങ്ങനെ ഒരു സീൻ, അതായത് ആൾക്കാർ ഇനി ഈ ഒരു കൂട്ടിന്റെ ഉള്ളിൽ കിടന്ന് അജിറ്റേറ്റഡ് ആവാനാണ് പോകുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ജേസിനെയാണ്. ജേസ് ഫ്രേസിന്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്. അപ്പൊ ഫ്രേസിനാണെങ്കിൽ ഓൾമോസ്റ്റ് ടേംസ് എല്ലാം ഓക്കെയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഹരൻ ഹാൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവര് വേഗാറിനെ അവർക്ക് നല്ല പേടിയുണ്ട്. അപ്പൊ ജേസ് പറയും എന്റെ കയ്യിലും ഡ്രാഗൺ ഉണ്ട്. അപ്പോൾ അവര് പറയും ഓക്കെ നിങ്ങൾ ഈ ഒരു പരിപാടിയൊക്കെ കഴിയുമ്പോൾ ഹാരൻ ഹാൾ കൊടുക്കുകയാണെങ്കിൽ എന്നുള്ള പോലെ. അപ്പോൾ പറയാം അതിന് ഹാരൻ ഹാളൊക്കെ തരണമെങ്കിൽ പാസേജ് മാത്രം പോരാ, യു ഷുഡ് ബെൻഡ് ദ നീ. ഈ ഫ്രേസ് ആരാണെന്ന് വെച്ചാൽ നമ്മളെ ആര്യസ്താർക്ക് പയ്യ ഉണ്ടാക്കി കൊടുക്കുന്ന കുടുംബമില്ലേ, അവരാണ് ഈ ഫ്രേസ് കേട്ടോ. അവർക്ക് ഹാരൻ ഹാൾ കിട്ടുന്നുള്ളതുകൊണ്ട് അവർക്ക് എല്ലാം ഓക്കെ ആയിരുന്നു. അങ്ങനെ ജേസ് അവിടെ ആക്ച്വലി കുറച്ച് നല്ല കാര്യങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് നല്ലൊരു ഡിസിഷൻ, നല്ലൊരു കാര്യം ചെയ്തു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു വേഗാറ് വന്നിട്ട് ഒരു ഫൂ എന്ന് പറഞ്ഞാൽ തീരാവുന്ന ബ്രിഡ്ജ് ഇതൊക്കെ ഉള്ളൂ, മേ ബി ഇത് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല ചിലപ്പോ എന്നുള്ള പോലെ. ഹാരൻ ഹാളിൽ നമ്മൾ കാണുന്നത് ഡേമൺ സാധാരണ ജോലിയൊക്കെ ചെയ്യാണ്, മരം വെട്ടുകയാണ്. കാരണം എന്താ വെച്ചാൽ ഹാരൻ ഹാളിൽ പണിയുടെ ആവശ്യമുണ്ട്. അപ്പം കയ്യിൽ മുറിവ് വരും. അപ്പൊ ആലിസ് റിവേഴ്സ് അത് സഹായിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. സഹായിക്കുമ്പോൾ ആലിസ് റിവേഴ്സ് ഇങ്ങനെ ഓരോന്നൊക്കെ പറയും. അതായത് ആലിസ് റിവേഴ്സ് പറയുന്നത് എനിക്ക് വിൻഡിൽ നിന്നും വിസ്പേഴ്സ് വരുന്നുണ്ട്, സ്ത്രീകളുടെയും കുട്ടികളുടെയും സങ്കടങ്ങളുടെ കരച്ചിലുകളുടെയും എന്നൊക്കെ. അതായത് ഡേമൺ ബ്ലാക്ക് വുഡ്സിനോട് പറഞ്ഞേക്കണേ ബ്രാക്കൻസിന്റെ സ്ത്രീകളെയും കുട്ടികളെയും ടാർഗറ്റ് ചെയ്ത് വാർ ക്രൈംസ് നടത്തുക. അപ്പൊ അവർ ഇവഞ്ച്വലി ഓക്കെ പറയും എന്നുള്ളതാണ്. അത് ബ്ലാക്ക് വുഡ്സ് ചെയ്യുന്ന പ്രശ്നമായിട്ട് നിൽക്കുകയും ചെയ്യും എന്നുള്ള പോലെയാണ് ഡേമൺ വിചാരിക്കുന്നത്. ആലിസ് റിവേഴ്സ് പറയുന്നതിൽ ഇതൊരു വലിയ പോയിന്റ്. വിൻഡിലൂടെ ഞാൻ കേട്ടു. കഴിഞ്ഞ എപ്പിസോഡിൽ ആലിസ് റിവേഴ്സ് പറയുന്നുണ്ട് ഞാനൊരു ബാണോളാണ്, ഞാനിവിടെ കേഴ്സ്ഡ് ആണ് ഇങ്ങനെ ജീവിക്കാൻ മനുഷ്യരൂപത്തിൽ. ആലിസ് റിവേഴ്സ് ഒരു വാർഗാവാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിൽ വാർഗുകളെ കണ്ടതാണ്, അതായത് പക്ഷികളെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ആൾക്കാർ. ആലിസ് റിവേഴ്സ് മോസ്റ്റ് പ്രോബബ്ലി അങ്ങനെ ഓളുകളെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് കാഴ്ചകൾ കാണുന്നുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആലിസ് റിവേഴ്സ് ഒരു ഗ്രീൻ സിയർ ആണെന്നുള്ള ഒരു ടോക്കും കൂടി ഉണ്ട്. കാരണം ഡേമൺ അമ്മയെ പറ്റിയാണ് ഡ്രീം കണ്ടത്. ഡേമന്റെ അമ്മയെ പറ്റി ഇമ്മീഡിയറ്റ്ലി ആലിസ് റിവേഴ്സ് സംസാരിക്കുന്നുണ്ട്. ഈ ഡേമൺ കാണുന്ന ഈ വിഷ്വലുകളെല്ലാം ആലിസ് റിവേഴ്സും കാണുന്നുണ്ടോ? അതിനുശേഷം അവരുടെ സംസാരം പിന്നീട് പോകുന്നത് ഡേമൺ പറയുന്നത് എനിക്ക് കിങ് ആവണം എന്നുള്ള രീതിയിൽ. പിന്നെ ഡേമൺ പറയുന്ന ഒരു കാര്യം നീയൊക്കെ ഏമണ്ടിനെ കണ്ട തീർന്നു നീ എന്നുള്ള പോലെ. പക്ഷെ അതും ഇനി ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഈസ്റ്റർ എഗ് ആണ് കേട്ടോ ആ ഒരു കോൺവെർസേഷൻ. പക്ഷെ ഡേമന്റെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് ആൾക്ക് കിങ് ആവണം, റെനേറയ്ക്ക് വേണമെങ്കിൽ എന്റെ സൈഡിൽ ക്വീൻ ആയിട്ടിരിക്കാം, ആൾക്കാർ സ്ട്രെങ്ത്തിന് ഒരു മാനെയാണ് നോക്കുന്നത് എന്നുള്ള പോലെ. അതായത് ഡേമന്റെ ഒരു, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ ഡേമൻ റെനേറെ ചതിക്കാനുള്ളൊരു ചാൻസ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പൊ ഏകദേശം ഡേമൺ അതേ ലൈൻ ഓഫ് തിങ്കിങ് ആണ്. റെനേറെ അല്ല ഞാനാണ് കിങ് ആവേണ്ടതെന്നുള്ള ലൈൻ ഓഫ് തിങ്കിങ്ങിലേക്ക് റെനേറയ്ക്ക് എതിരെ പ്രവർത്തിക്കാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. പിന്നെ നമ്മൾ കാണുന്നത് ബെയിലും കോർലിസും മീറ്റ് ചെയ്യുന്നതാണ്. അവർ അപ്പൂപ്പനും ഗ്രാൻഡ് ഡോട്ടറും ആണ്. കോർലിസിന്റെ ഹോൾ ഫാമിലി തീർന്നു. കോർലിസിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. അപ്പൊ ബെയില പറയും റെയ്നീസിന്റെ ഡിസിഷൻ ആയിരുന്നു അവിടെ പോവാന്നുള്ളത്, ഇപ്പൊ ഞാനാണെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തേനെ എന്നുള്ള പോലെ ബെയില പറയും. അങ്ങനെ ഒരു വീരമൃത്യു എന്നുള്ളത് വളരെ നല്ലതായിരിക്കും എന്നുള്ള പോലെ പറയും. എന്നിട്ട് ഹാൻഡ് ആവാനുള്ള പെട്ടി, ഹാൻഡിന്റെ ആ ഒരു പിൻ വെച്ച പെട്ടി ബെയില കോർലിസിന് കൈമാറുകയും ചെയ്യും. കോർലിസിന് മൊത്തത്തിൽ ബെയിലിനെ പറ്റി, ഇനി ബെയിലി റേനയും മാത്രമേ ആക്ച്വലി ആളുടെ വംശപരമ്പരയിൽ ബാക്കിയുള്ളൂ. ജേസ് ഇവരൊക്കെ വേറെ ആൾക്കാരുടെ മക്കളാന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ, മേ ബി അതായിരിക്കാം. കോർലിസ് പറയും നിനക്ക് ഓഫർ ചെയ്തിട്ട് ഡ്രിഫ്റ്റ് മാർക്ക് ആണ്. ബെയില് പറയും ഇല്ല, ഡ്രിഫ്റ്റ് മാർക്ക് സീ ആൻഡ് സോൾട്ടിനാണ് പോകേണ്ടത്. ഈ എപ്പിസോഡ് ഒരു ഈസ്റ്റർ എഗ് എപ്പിസോഡാണ്. ഫ്യൂച്ചറിലേക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അവരിങ്ങനെ ഒരു ഡയലോഗായിട്ട് ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനതെങ്ങാനും ഇവിടെ പറഞ്ഞാൽ തന്നെ ഇപ്പം നിങ്ങളെല്ലാവരും കമൻറ്റിൽ വന്നിട്ട് എന്നെ ചീത്തവിളിയായിരിക്കും, ഞാൻ സ്പോയിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാനിവിടെ അത് പറയുന്നില്ല. അതിനുശേഷം റെനേറയുടെ കൗൺസിലിൽ ഏറ്റവും ചൊറിയനായിട്ടുള്ള ഒരാളുണ്ടല്ലോ ആൽഫ്രഡ് ബ്രൂം എന്ന് പറഞ്ഞിട്ട്, അയാളാണല്ലോ എപ്പോഴും റെനേറേനെ കാട്ടണത്. മുപ്പരാളെ വിളിപ്പിച്ചിട്ട് പറയും മുപ്പരാൾക്ക് ഹൈ ടവേഴ്സിനെ കണ്ണിന്റെ നേരെ കണ്ടുകൂടാ കേട്ടോ. ആൽഫ്രഡ് ബ്രൂമിന്റെ അടുത്ത് റെനേറ പറയും നിങ്ങൾ ഡേമന്റെ അടുത്തേക്ക് പോകണം. ആക്ച്വലി ഡേമൺ റെനേറയ്ക്കെതിരെ ഒരു ആർമി റേസ് ചെയ്യുമെന്ന് റെനേറയ്ക്ക് അറിയണമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി സീനാണ്, ഇനി കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി.
അതുകൊണ്ട് ഡേമനെ അനുനയിപ്പിക്കാനാണ് ഇയാളെ വിടുന്നത്. അല്ലെങ്കിൽ എന്താണ് ഡേമന്റെ നീക്കങ്ങൾ എന്ന് അറിയണം. ഇങ്ങോട്ട് വരുമോ ഇനിയിപ്പോൾ അതല്ല ഒറ്റയ്ക്ക് പോവോ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പൊ ആൽഫ്രഡ് ബ്രൂം ചോദിക്കും എന്തെങ്കിലും ഡേമന്റെ അടുത്ത് പറയാനുണ്ടോന്ന്. അപ്പോൾ റെനേറ പറയും നമ്മുടെ ലാസ്റ്റ് കോൺവെർസേഷൻ ഒന്ന് ഫിനിഷ് ചെയ്താൽ കൊള്ളാന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. ലാസ്റ്റ് കോൺവെർസേഷൻ എന്തായിരുന്നു വെച്ചാൽ നീ എന്നെ ക്വീനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കോൺവെർസേഷൻ ആയിരുന്നു. അങ്ങനെ ആൾ അവിടുന്ന് പോകുന്നു. അതിനുശേഷം ഡേമൺ ഉറങ്ങുന്നത് സുഖമായിട്ടല്ല കണ്ണി കണ്ട സ്വപ്നമൊക്കെ കണ്ടിട്ടായിരിക്കും ഉറങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം സിമൺ സ്ട്രോങ് വന്നിട്ട് ഡേമണിനെ വിളിച്ചുണർത്തും. പവർ ഓഫ് ദ വുൾഫിലാണ് വിളിച്ചുണർത്തുന്നത് പറയുന്നത്. അതും ഇനി സിഗ്നിഫിക്കൻസ് ഉള്ള കാര്യമാണ് ഇനി അങ്ങോട്ട്. ഡേമൺ ആ ദേഷ്യമാണ് എന്നെ ഉണർത്തി, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് റിവർ ലോഡ്സ് വന്നിട്ടുണ്ട് നിങ്ങളെ കാണാനായിട്ട്. അതായത് റിവർലാൻഡിലുള്ള പല പല ഹൗസുകളുടെ ലോഡ്സ് കാണാൻ വന്നിട്ടുണ്ട്. അത് ഈ നട്ടപ്പാതിരിക്കാണോ വന്നേക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. ഇവര് വന്നേക്കണത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീകളെയും കുട്ടികളെയും ടാർഗറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഒരു യുദ്ധത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അത് ഏറ്റവും ലാസ്റ്റ് റിസോർട്ടായിട്ട് ഇപ്പൊ ഡോത്രാക്കിനെ പറ്റിയൊക്കെ നമ്മൾ കുറ്റം പറയുന്നത് അതാണ്. അവര് മാന്യതയില്ലാത്ത യുദ്ധമാണ് അവരുടെ എന്നുള്ള പോലെയാണ് പറയുന്നത്. അപ്പൊ അവരൊക്കെ ദേഷ്യപ്പെട്ടിട്ടിരിക്കുകയാണ്. ഇവരാണെങ്കിൽ ടാർഗേറിയൻ ബാനറും കൊണ്ടാണ് ബ്ലാക്ക് വുഡ്സ് ഇതൊക്കെ കൊണ്ടുപോയി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡേമന്റെ ആ ഒരു സ്ട്രാറ്റജി കംപ്ലീറ്റ്ലി ബാക്ക് ഫയർ ചെയ്യുക. അവർ പറയും നിങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കലും നിന്നെപ്പോലെ ഒരുത്തനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയും. അതിനുശേഷം കോർലിസിനെയാണ് കാണിക്കുന്നത്. കോർലിസ് ഹാൻഡിനെ പിന്നും വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രോബബ്ലി ഹീൽ അക്സെപ്റ്റ് എന്നുള്ള പോലെ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഇതുപോലെ ഏമണ്ടിനെയാണ് കാണിക്കുന്നത്. ഏമണ്ട് ആണെങ്കിൽ അയൺ ത്രോണിന്റെ മുന്നിൽ നിന്നിട്ട് അതിനെ ഇങ്ങനെ സന്തോഷത്തോടെ നോക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം നൈസായിട്ട് ഹെലേനെ പിറകിന്ന് വന്നിട്ട് ചോദിക്കും വാസ് ഇറ്റ് വർത്ത് ദ പ്രൈസ്. ഈ ഏഗോണിനുള്ള ഒരുപാട് കാര്യങ്ങൾ ഏമണ്ട് ആഗ്രഹിച്ചിരുന്നതാണ്. അതായത് ഏമണ്ടിന്റെ വിചാരത്തിൽ ഏഗോണിനേക്കാളും ടാലന്റഡ് ഏഗോണിനേക്കാളും വലിയ ഡ്രാഗൺ ഉള്ള ആള് ഏമണ്ട് ആണ്. പിന്നെ ഹെലേനെ ആണെങ്കിൽ ഏഗോണിന് കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഏമണ്ട് പറഞ്ഞത് അമ്മ എന്നോടത്താ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സന്തോഷമായിട്ട് ചെയ്തേനെ എന്റെ ഡ്യൂട്ടി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെലേനെ ഞാൻ കല്യാണം കഴിച്ചേനെ എന്നൊക്കെയാണ് പറയുന്നത്. ആ ഒരു വാസ് ഇറ്റ് വർത്ത് ദ പ്രൈസ് എന്നുള്ളതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മേ ബി ഹെലേന ഏമണ്ട് ചെയ്ത കാര്യങ്ങൾ ഓൾറെഡി ആളുടെ ഡ്രാഗൺ ഡ്രീംസിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഹെലേനയ്ക്ക് എല്ലാം അറിയാം. പക്ഷെ ഹെലേനയുടെ മെന്റൽ സ്റ്റേറ്റ് അത് പ്രോസസ് ചെയ്യുന്ന ഒരു മെന്റൽ സ്റ്റേറ്റിലല്ല ആള്, വേറൊരു സ്റ്റേറ്റിലാണ്. അതുകൊണ്ടാണ് ഏഗോണ്ട് ആ പെട്ടി കൊണ്ടുപോകുമ്പോഴൊക്കെ ഹെലേന ഇസ് ജസ്റ്റ് ലുക്കിംഗ്. കാരണം പുള്ളിക്കാരത്തി മേ ബി ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഏമണ്ടിന്റെ കാര്യം പറയാനാണെങ്കിൽ ഹെലേന ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ ഇതിൽ വാസ് ഇറ്റ് വർത്ത് ദ പ്രൈസ് എന്നുള്ളത്. ഏമണ്ട് എന്നുള്ള ആള് ഡേമണ്ടിന്റെ പല ആക്ഷൻസും വളരെയധികം ഐഡലൈസ് ചെയ്യുന്ന ഒരാളാണ്. ഡേമൺ ചെയ്യുന്ന അതുപോലത്തെ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഏമണ്ടും ചെയ്യുന്നത്. അവർ രണ്ടുപേരും ഇന്നവേ വളരെ റൂത്ത്ലെസ് ആണ്. ഇന്നവേ വളരെ സിമിലർ ആയ രണ്ടാൾക്കാരാണ്. ഡേമൺ ഈ കോർലിസിന്റെ ബ്രദറിനെയൊക്കെ വെട്ടുമ്പോൾ ഏമണ്ട് ഇങ്ങനെ അങ്ങനെയാണ് നിൽക്കുന്നത്. ഡേമന്റെ പല ആക്ഷൻസും ഏമണ്ടിന് ഹീറോയിസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ലുസേറിസിനെ കൊല്ലുമ്പോൾ ഒരു അബദ്ധത്തിൽ കൊന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഏഗോണിനെയൊക്കെ ഇന്റൻഷനലി ഒരു കിൻസ്ലെയർ ആവാൻ അല്ലെങ്കിൽ മേലിസിനെയും റേനീസിനെയും കൊല്ലുമ്പോഴൊക്കെ ഇന്റൻഷനലി ഒരു കിൻസ്ലെയർ ആവുന്നതും ഓക്കെ ആണ്. അതായത് ഏമണ്ടിന്റെ ബോർഡേഴ്സ് ഒന്നൊന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും റൂത്ത്ലെസ് ആവാനാണ് ഏമണ്ട് പോകുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അതിനുശേഷം നമ്മൾ ഏഗോൺ ഏകദേശം ഇങ്ങനെ ഓരോന്നൊക്കെ എന്നൊക്കെ പറയാൻ തുടങ്ങി. ആലിസിന്റെ സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആലിസന്റ് ഏഗോണ് കോൺഷ്യസ് ആയി എന്ന് അറിയുമ്പോഴത്തേനും അവിടുന്ന് സന്തോഷമായിട്ട് എണീച്ചു പോകും. കാരണം ഏമണ്ടിന് സഹിക്കാൻ വയ്യ ആലിസന്റിന്. ഏഗോണിനെ വേണമെങ്കിൽ മാനേജ് ചെയ്യാന്നുള്ള പോലെയാണ് ആലിസന്റെ ഒരു അവസ്ഥ. ആലിസന്റെ അവിടെ എഴുന്നേറ്റ് പോകുന്നു. ആലിസന്റെ അവിടെ എഴുന്നേറ്റ് പോകുമ്പോൾ തന്നെ ഏഗോൺ പറയുന്നത് മമ്മി എന്നാണ്. ഒരിക്കൽ പോലെ ആലിസന്റെ പ്രസന്റ് അല്ല കുട്ടിയുടെ ലൈഫിൽ. ഇപ്പൊ ഈ ഉണ്ടായേക്കണതും ഇന്നവേ ആലിസന്റെ റെസ്പോൺസിബിൾ ആണ് ആളുടെ ഒരു കണ്ടീഷന്. അതിനുശേഷം നമ്മൾ കാണുന്നത് റെനേറ പഴയ പുസ്തകങ്ങളൊക്കെ എടുത്ത് പഠിക്കുന്നു. അപ്പോൾ ജേസ് വരുന്നു. ജേസ് റെനേറയും തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ട്. അതായത് ജേസ് റെനേറയോട് പറയാണ്ടാണ് ഫ്രേസിന്റെ അടുത്തൊക്കെ പോയത്. പക്ഷെ അത് വളരെ സക്സസ്ഫുൾ ആയ ഒരു കാര്യമായിരുന്നു. റെനേറ പഠിക്കുന്നത് വിസന്യനെ പറ്റിയാണ്. വിസന്യ വളരെ വലിയൊരു വാറിയർ ആയിരുന്നു. ഏഗോൺ ദ കോൺകററിന്റെ സിസ്റ്റർ വൈഫും ആയിരുന്നു. ഏഗോൺ ദ കോൺകററിന്റെ കഥയൊക്കെ ഇവരിനിപ്പോൾ സ്പിൻ ഓഫ് ആയിട്ട് ഇപ്പോൾ ഈ ഹൗസ് ഓഫ് ദ ഡ്രാഗൺ വന്ന പോലെ സ്പിൻ ഓഫ് ആയിട്ട് വരികയാണെങ്കിൽ കിട്ടില്ലായിരിക്കും. അതിങ്ങനെ വർക്സിലുണ്ട്. ഹെൻറി കാവിലായിരിക്കും ഏഗോൺ ദ കോൺകറർ എന്നൊക്കെ ഞാൻ എവിടേക്കോ വായിച്ചിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇവര് സംസാരിക്കുമ്പോൾ റെനേറ പറയും നീ ചെയ്തതിലൊക്കെ ഞാൻ പ്രൗഡാണെന്നുള്ള പോലെ തന്നെയാണ് പറയുന്നത്. പക്ഷെ റെനേറയ്ക്ക് ആ ഒരു പേടി, അതായത് ഇനി ഒരു മോൻ നഷ്ടപ്പെട്ടു ഇനി ഒരാളും കൂടി നഷ്ടപ്പെടും എന്നുള്ള പേടി വളരെ സ്ട്രോങ് ആണ്. അപ്പോ ജേസ് പറയും നമ്മുടെ കയ്യിൽ കുറെ ഡ്രാഗൺസ് ഉണ്ട്. അപ്പൊ റെനേർ പറയും നമ്മുടെ കയ്യിൽ കുറെ ഡ്രാഗൺ ഉണ്ടായിട്ട് എന്താണ്, വെർമിത്തോറിനൊക്കെ ആര് കൊണ്ടുപോകും, നമ്മുടെ കയ്യിൽ ആൾക്കാരില്ലേ ഡ്രാഗണിനെ കൊണ്ടുപോകാന്. ഡ്രാഗൺ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിലല്ലേ. അല്ലാണ്ട് ഡ്രാഗൺ വെറുതെ ആരും പോയി ആക്രമിക്കും ഭക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട്.
അത് പറഞ്ഞപ്പോഴാണ് ഞാൻ എപ്പോഴും ആലോചിക്കും ഇവർക്ക് എന്താണ് ഡ്രാഗൺ ഭക്ഷണ പ്രോഗ്രാം ഇല്ലാത്തതെന്ന്. ഇപ്പൊ ഇത്രയും ഡ്രാഗൺ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ആ പാവപ്പെട്ട ഫാർമേഴ്സിന്റെ അടുത്ത് നിന്ന് ഈ ഭക്ഷണത്തിനെ കട്ടെടുക്കാണ്ട് അല്ലെങ്കിൽ പിടിച്ചു പറിക്കാണ്ട് അവർക്കൊരു ആടുമേടുകളെ വളർത്തുന്ന ഒരു പ്രോഗ്രാം ഈ ഒരു കൊട്ടാരങ്ങൾക്കൊക്കെ നടത്തിക്കൂടെ? അത് സൈഡിലുള്ള കാര്യമാണ്. ജേസ് പറയും, ഈ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് ഡ്രാഗൺ ബ്ലഡ് ഉള്ള ആൾക്കാർ, പ്യൂർ ഡ്രാഗൺ ബ്ലഡ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അത് ഗ്ലോറിഫൈ ചെയ്യാൻ എഴുതി വെച്ചിരിക്കുന്നതാണ്. പക്ഷെ വേറെ കല്യാണം കഴിച്ചു പോയവര്, ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുണ്ടായ കുട്ടികൾ, ഇങ്ങനെ പലരും ഉണ്ട് ഈ ഒരു ഇതിൽ തന്നെ. അപ്പർ എനേർക്ക് കത്തും ഇത് ട്രൈ ചെയ്തുകൂടെ എന്നുള്ളത്. കാരണം വെർമിത്തോർ ഉണ്ട്, സിൽവർ വിങ് ഉണ്ട്, ഷീപ്പ് സ്റ്റീലർ ഉണ്ട്. കാനിബലിനൊന്നും ആരും എനിക്ക് തോന്നുന്നില്ല ഒരു റൈഡർ ജീവിതത്തിൽ കാനിബലിന് ഉണ്ടാവുന്നു. അത് കാനിബലിനെ ജോൺ സ്നോ ക്ലെയിം ചെയ്യുന്നൊക്കെ നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിന്റെ സമയത്തൊക്കെ ഭയങ്കര തിയറികളൊക്കെ ഉണ്ടായിരുന്നു. ഒരു തേങ്ങ നടന്നില്ല. അപ്പം റെനേറയ്ക്ക് ഭയങ്കരമായിട്ട് ബൾബ് കത്തും. ഇതിൽ തന്നെ സിഗ്നിഫിക്കന്റ് ആയ ഒരു സീനാണ് റെനേറയുടെ ഒരു മെയ്ഡ് അവിടെ പോയിരുന്നല്ലോ കിങ്സ് ലാൻഡിങ്ങിൽ മെസാരിയക്ക് ഇപ്പോഴും നല്ല ഹോൾഡ് ഉണ്ട്. ഗോൾഡ് ക്ലോക്സിന്റെ ഇടയിൽ വരെ മെയ്ഡ് ചെല്ലുന്നു, മെസാരിയ അയച്ചതാന്ന് പറയുന്നു. മെസാരിയ എപ്പോഴും ഉണ്ട്. ശരി, നേരെ കാര്യങ്ങൾ മുന്നോട്ട് പോവാണ്. മെസാരിയെ കാണുന്നത് ഡയാനേനെയാണ്. ഡയാനേനെ സീസൺ 1 ഏഗോൺ റേപ്പ് ചെയ്തൊരു മെയ്ഡാണ്. ആലിസന്റെ മെയ്ഡായിരുന്നു. പുള്ളിക്കാരത്തിയെ ഏഗോൺ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മേ ബി ഡയാനയ്ക്ക് കുട്ടി ഉണ്ടായിരുന്നിരിക്കാൻ. ഡയാനയ്ക്ക് കുട്ടി ഉണ്ടെങ്കിൽ അത് ഏഗോന്റെ കുട്ടിയാണല്ലോ. ഡ്രാഗൺ സീഡാണ് അൾട്ടിമേറ്റ്ലി. എനിക്ക് തോന്നുന്നു അവര് ഡ്രാഗൺ സീഡ്സിനെ ഹണ്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയാണോ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മെസാരിയന്റെ വഴി. അപ്പൊ റെനേറ പറയുന്നത് ഇവരുടെ എല്ലാ റെക്കോർഡ് ഇവിടെ ഉണ്ട് ഡ്രാഗൺ സ്റ്റോണിൽ, ഡ്രാഗൺ ബ്ലഡ് ഉള്ള എല്ലാവരുടെയും. എന്നിട്ട് ആ റെക്കോർഡ്സ് ആണ് കാണിക്കുന്നത്, അതിലേക്കാണ് പാൻ ചെയ്യുന്നത്. അപ്പൊ ജേസിന്റെ ആ ഒരു ഐഡിയയും കിടിലായിരുന്നു. ഈ എപ്പിസോഡിൽ ജേസ് കിടിലായിരുന്നു കേട്ടോ. ഇനി നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാൻ പോകുന്നതായിട്ട് ഡ്രാഗൺ സ്വയംവരം. ഡ്രാഗൺ നിങ്ങളെ തിന്നുമോ അതോ ഡ്രാഗൺ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ അവസരം നൽകുമോ? ഒരുപാട് പേര് മരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. വളരെ വലിയ ട്വിസ്റ്റുകൾ, അതായത് വലിയ ഒരുപാട് ഡ്രാഗൺസിനൊക്കെ റൈഡേഴ്സ് വരുമോ എന്നുള്ളൊരു ട്വിസ്റ്റും അത് റെനേറയുടെ ടീമിനെ എത്ര സ്ട്രെങ്തൻ ചെയ്യുന്നുള്ള ട്വിസ്റ്റൊക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും. ഈ എപ്പിസോഡ് ഇവർ കുറച്ചും കൂടി ഒരു കഥ പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ എപ്പോഴും ബാറ്റിലും കാര്യങ്ങളും പറ്റില്ല. അതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങിയ എപ്പിസോഡായിരുന്നു ഇത്. മേ ബി നമുക്ക് ഒരു വലിയ ബാറ്റിലും കൂടി ഈ സീസണിൽ കാണുമായിരിക്കും. അത് കഴിഞ്ഞ് 3rd സീസണിലായിരിക്കും മേജർ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. എനിക്ക് പലപ്പോഴും ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്, കമന്റിലും കാണാറുണ്ട് ഞാൻ ഭയങ്കര പക്ഷപാതത്തോടെയാണ് പെരുമാറുന്നതെന്ന്. ബ്ലാക്സിനെ എനിക്ക് കുറച്ചധികം ഇഷ്ടം, ഗ്രീൻസിനെ ഞാൻ എപ്പോഴും കുറ്റവും പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു റിവ്യൂവർ ഒന്നുമല്ല. ജസ്റ്റ് എ പേഴ്സൺ ഹു ഹാസ് എ യൂട്യൂബ് ചാനൽ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പക്ഷപാതങ്ങളുണ്ട്. ഐ ആം ടീം ബ്ലാക്ക്. ടീം ഗ്രീനിൽ നോക്കുകയാണെങ്കിൽ ഏഗോൺ ഒരു പീഡനരാമനാണ്. പിന്നെ ഓട്ടോ ഇസ് വെരി പ്രോബ്ലമാറ്റിക്. എയ്മണ്ട്, ആലിസണ്ട്, ഇവരെ പറ്റിയൊക്കെ ഞാൻ പറയണോ? സീരീസിന്റെ എൻഡിങ് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം തോന്നിയിട്ടുള്ളത് ടീം ബ്ലാക്കിന്റെ അടുത്ത് തന്നെ. ടീം ബ്ലാക്കിനും ഇഷ്ടംപോലെ കുറ്റങ്ങളുണ്ട്, പക്ഷെ കുറച്ചും കൂടി എനിക്ക് ടീം ബ്ലാക്കിനോടാണ് ഇഷ്ടം തോന്നിയിട്ടുള്ളത്. കാരണം റെനേറയുടെ ക്ലെയിം is correct because daddy said so. Please subscribe to our channel and click the bell icon. Bye.